3 തലവും ഇന്ന് ക്ലിയർ ആകും. എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എവിടെ നഷ്ടപ്പെട്ടാലും മടക്കി തരാൻ പോകുകയാണ്. ഇന്നു പകൽ അത് പ്രാപിച്ചോണ്ടേ പോകാവൂ. ഇന്ന് പകൽ കാണാനിരിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല, പ്രാപിക്കാനിരിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. പ്രാപിക്കാനിരിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം ചിലത് പകരാൻ പോകുകയാണ്, ദൈവം ചിലത് കൈമാറാൻ പോകുകയാണ്. ഇന്നലകളിൽ ശത്രു നഷ്ടപ്പെട്ടത് അവകാശമാണ്. 100 ആട് ഉള്ള ഇടയൻ്റെ അവകാശമാണ് നഷ്ടപ്പെട്ടു പോയ ഒരാട്. 10 ദ്രഹ്മയുള്ള ആ സ്ത്രീയുടെ അവകാശമാണ് നഷ്ടപ്പെട്ടു പോയൊരു ദ്രഹ്മ. അപ്പൻ്റെ 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയത് അപ്പൻ്റെ അവകാശമാണ്. അപ്പൻ അനുഭവിക്കേണ്ട നന്മയാണ്. പക്ഷെ അനുഭവിക്കേണ്ട നന്മയെ അനുഭവിപ്പിക്കാതെ ഇന്നലകളിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിൽ ഇന്നു പകൽ ദൈവം അത് മടക്കി തരാൻ പോകുകയാണ്. ഇതാ ലഭിച്ചു എന്ന് പറഞ്ഞ് കണ്ണെത്താൻ ദൂരത്ത് നിന്റെ മറുപടി ഉണ്ട്, പക്ഷെ അത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇന്നു പകൽ ആ തടസ്സം പൊളിയാൻ പോകുകയാണ്. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലാണ് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ചില പ്രാർത്ഥനയുടെ ചില മറുപടികളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ പകൽ അത് ചുരുളഴിയാൻ പോകുകയാണ്. ഈ പകൽ അത് പുറത്തു വരാൻ പോകുകയാണ്. ഇന്നു പകൽ ചിലർ നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കാതെ ഇന്നു പകൽ നിങ്ങൾ മടങ്ങിപ്പോകത്തില്ല. നഷ്ടപ്പെട്ടത് നിന്റെ വീടിനകത്താണോ? നഷ്ടപ്പെട്ടത് നിന്റെ ആത്മീക ജീവിതത്തിലാണോ? നഷ്ടപ്പെട്ടത് സഭയ്ക്കകത്താണോ? എവിടെയാ നിനക്ക് നഷ്ടം വന്നത്? ഇന്നു പകൽ നഷ്ടത്തെ പരിഹരിപ്പാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ യേശു. എനിക്കറിയാം, ഇതിവിടെ പറയുമ്പോൾ തന്നെ അദൃശ്യമായ മേഖലയിൽ പിശാച് കെട്ടിയ ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടിരിക്കുകയാണ്. ഇരുവായ്ത്തലയുള്ള വാൾ മൂർച്ചയുള്ളതുപോലെ ഇന്നു പകൽ വചനം നിങ്ങൾ പുറപ്പെട്ടു വന്ന നിങ്ങളുടെ വീടിനകത്ത്, ചിലരുടെ വീടിനകത്ത് ചില ദൈവപ്രവർത്തികൾ ഇന്നു പകൽ സംഭവിക്കാൻ പോകുകയാണ്. നീ ഇട്ടേച്ചു വന്ന നിന്റെ വീടിനകത്ത് ചില ദൈവപ്രവർത്തികൾ ഇന്നു പകൽ സംഭവിക്കാൻ പോകുകയാണ്. വീടിനകത്ത് വീടിനെ നാളുകളായി കെട്ടിവെച്ച് നന്മ അനുഭവിക്കാൻ കഴിയാതെ പ്രാർത്ഥനയുടെ മറുപടികളെ ബന്ധിച്ച് തലമുറകളെ വഴിതെറ്റിച്ചു വിടുന്ന ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളിൽ നിന്നും അഴിയട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചാൽ മതി, വീടിനകത്ത് കെട്ടുപൊട്ടും. ഒരു പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കയറി അവർ സ്തുതിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. വചനം പറയുന്നു പാടി സ്തുതിക്കാൻ തുടങ്ങിയെന്ന്. സ്തുതി തുടങ്ങിയാൽ അഴിയേണ്ടത് അഴിയും. വചനത്തിന് സ്തുതി പറയാൻ തയ്യാറാണെങ്കിൽ അഴിയേണ്ട മേഖലകൾ അഴിയും. ഇന്ന് നീ തിരിച്ചു വീടിനകത്തേക്ക് കടന്നു പോകുമ്പോൾ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് നീ നിന്റെ ഭവനത്തിനകത്ത് സമാധാനത്തോടെ ഇരിക്കും. ഇന്ന് നീ നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥതയോടെ കിടന്നുറങ്ങും. എനിക്കറിയാം, ദിവസങ്ങളായി ഉറങ്ങാത്തവർ ഇതിനകത്തുണ്ട്, സ്വസ്ഥത അനുഭവിക്കാത്തവർ ഇതിനകത്തുണ്ട്. വീടിനകത്ത് കയറുമ്പോൾ വല്ലാത്ത സമ്മർദ്ദമാ, വല്ലാതെ തലപെരുത്തു കയറുന്നത് പോലെ രോഗങ്ങളിട്ട് വീടിനകത്തു നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഫീലാ. എന്നാൽ ഇന്നു പകൽ ആ തലം അഴിയാൻ പോകുകയാണ്. ചില ഭവനങ്ങൾ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. പിശാച് ബന്ധിച്ചതിനെ ഈ 5-ാമത്തെ പകൽ യേശു അഴിക്കുകയാണ്. ശത്രു ബന്ധിച്ചതിനെ ഇന്നു പകൽ യേശു വഴിക്ക്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ഭവനത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് ബന്ധിക്കാനുള്ള തലമുറയല്ല, ഇത് നിയോഗങ്ങൾക്ക് വേണ്ടി ചുവര് കൊടുക്കാനുള്ള തലമുറയാണ്. പിശാചിന്റെ ബന്ധനത്താൽ ബന്ധിക്കപ്പെടാനുള്ളൊരു കൂട്ടമല്ല, മറിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനുള്ളൊരു കൂട്ടമാണിത്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ അത് വിശ്വസിക്കുന്നു? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനുള്ളൊരു കൂട്ടമാണ്. ഈ ഒരു കൂട്ടം പോരാ, ഒരു സൈന്യം ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പോകുകയാ. അവന്റെ സാമ്രാജ്യത്തെ പൊളിക്കുവാൻ തക്കതായ ഒരു സൈന്യത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ.
ദൈവദാസനെ പരിശുദ്ധാത്മാ പറയുക, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങളുടെ ദൈവം വിശാലപ്പെടുത്താൻ പോകുകയാ. ആമീൻ. ഇവിടം സ്ഥലം പോരാതെ വരാൻ പോകുകയാ. ചിലതൂടെ ദൈവം തുടങ്ങാൻ പോകുകയാ. തമിഴ്നാടുമായൊരു ബന്ധം തരാൻ പോകുകയാ. അവിടെ ചില മിനിസ്ട്രികൾ ദൈവദാസനിലൂടെ തുടങ്ങാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. അതിശക്തമായി നിൽക്കുക. ഒരു ഉണർവ് നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുക. പട്ടണത്തെ പിടിച്ചടക്കാൻ, ദേശങ്ങളെ പിടിച്ചടക്കാൻ, രാജ്യത്തെ പിടിച്ചടക്കാൻ നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ ഉള്ളത് പെറ്റുവരുകാൻ പോകുക. ഇപ്പൊ 5 ഉള്ളെങ്കിൽ അത് 10 പോകുക, വിശാലപ്പെടാൻ പോകുക. പലയിടങ്ങളിലും ഇങ്ങോട്ട് വന്ന് ശുശ്രൂഷിക്കെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ പോകുക. അങ്ങോട്ട് പോകാതെ ചിലർ ഇവിടെ വന്ന് താമസിച്ച് നിങ്ങളുടെ മേൽ കിടക്കുന്നത് പ്രാപിച്ചുകൊണ്ട് രാജ്യങ്ങളെ കീഴടക്കാൻ പുറപ്പെട്ടു പോകുമെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുകയാണ്. ഇന്ന് പകൽ ആരോടാണ് പിശാച് നഷ്ടപ്പെട്ടു പോയി ഇനി നീ ജയിക്കത്തില്ലെന്ന് പറയുന്നത്? നിന്നോട് തന്നെ കർത്താവ് പറയുന്നത്, നീ ജയിക്കാൻ പോകുക, നീ ജയിക്കാൻ പോകുക. ഇന്ന് ഇതിനകത്ത് കയറിയ നിങ്ങളാരും പരാജിതരല്ല. പിശാച് പരാജിതരെന്ന് പറഞ്ഞ് നിങ്ങളെ ഇന്ന് പകൽ സ്വർഗം ജയിപ്പിക്കാൻ പോകുക, ദൈവം ജയിപ്പിക്കാൻ പോകുക. ആമേൻ. എനിക്കറിയാം ഇതിൻ്റെ നടുവിൽ ദൈവാത്മാവ് നടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ നടക്കുന്നത് കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ തൊടേണ്ടവരെ പരിശുദ്ധാത്മാവ് തൊടും, തൊടേണ്ടവരെ പരിശുദ്ധാത്മാവ് തൊടും, തൊടേണ്ടവരെ പരിശുദ്ധാത്മാവ് തൊടും. ചില കാതുകൾ ഇന്ന് പകൽ തുറന്നു വരും, തുറക്കാത്ത മേഖലകൾ ഇന്ന് പകൽ തുറന്നു വരും. എവിടെയാണ് നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ മേഖലകൾ ഇന്ന് പകൽ തുറന്നു വരും. ചില കാതുകൾ ഇന്ന് പകൽ തുറക്കപ്പെടും. ചില ഇന്നലകൾ ശത്രു അടച്ചത് ഇന്നു പകൽ സ്വർഗം തുറക്കുകയാണ്. നന്മകളെ അടച്ചു കളഞ്ഞ, ആത്മീക തലങ്ങളെ അടച്ചു കളഞ്ഞ, പ്രാർത്ഥനാ ജീവിതത്തെ അടച്ചു കളഞ്ഞ, സമാധാനത്തെ അടച്ചു കളഞ്ഞ ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്നു പകൽ ഇവിടെ അഴിയപ്പെടുകയാണ്. ആരാധിച്ച് ജയമെടുത്ത്, ആരാധിച്ച് ജയമെടുത്ത്. ശബര ഹർധരവ റഖമന ശംദന റഗൽഖന അസ്തന ജന റഗൽഖന വൈഡഗർഥന റഗൽഖന. ശത്രു എത്ര കെട്ടിയാലും ഇന്ന് പകൽ നിങ്ങൾ ആ സ്വാതന്ത്ര്യമായിട്ടേ പോകത്തുള്ളൂ. എത്ര വലിയ കെട്ടിനെ അഴിക്കാൻ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവിന് എങ്ങനെയും പ്രവർത്തിക്കാം, കർത്താവിന് ആരെയും തൊടാം, കർത്താവിന് ആരോടും സംസാരിക്കാം. ഇന്ന് പകലിൽ ദാഹത്തോട് വന്നവരുടെ ദാഹം ദൈവം മാറ്റാൻ പോവാം. വിശപ്പോടെ വന്ന് നിന്നെ തൃപ്തിപ്പെടുത്തിയിട്ടേ കർത്താവ് വിടത്തുള്ളൂ. കരയാൻ തുടങ്ങിയിട്ട് നാളുകളായി, വിഷമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. കണ്ണിലെ കണ്ണുനീർ വറ്റാതെ ഒഴുകുകയാണ്. നിന്റെ കണ്ണുനീർ കൂട്ടുവിശ്വാസി കണ്ടില്ലെങ്കിലും, ഭർത്താവ് കണ്ടില്ലെങ്കിലും, ഭാര്യ കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കണ്ടു, കാണേണ്ടവൻ കണ്ടു. അതുകൊണ്ടാണ് നിന്നോട് ഈ ദൂത് പറയാൻ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകലിൽ തിരികെ പ്രാപിപ്പാൻ ഇന്നലകൾ അനുഭവിക്കേണ്ടത് നിന്റെ ഭവനത്തിൽ നിന്നും ചോർത്തിയെടുത്തതിൻ്റെ മേൽ യുദ്ധം ചെയ്ത് തിരികെ പ്രാപിക്കുന്ന ചില സമയങ്ങളാണ്. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ കാണാനുള്ള സമയമല്ല, ബലവാനെ പിടിച്ചു കെട്ടി എന്നിൽ നിന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഈ പകൽ മടക്കി പ്രാപിക്കുന്ന ഹസ്തുരി ദിവാരകൽ ഖന ജനവൽ ധനാരഗതിയന്തന ഹർബരദലവലവ ശബരവലവലവ ശാന്തനാരഗസിയന്തന ഫലബലജലവ ശാന്തനാരഗതിയന്തന ജനഗൽ ഖന ഹുഡരബ ശാന്തനാരഗസിയന്തന. ഇന്ന് പകൽ മടക്കി പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. പിശാചിന് കെട്ടാനൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡിസംബർ മാസം 4-ാം തീയതി ഉപവാസത്തിൻ്റെ 5-ാം പകലിൽ ഇത്രയും പേരെ മാത്രം ദൈവം കൊണ്ടുവന്നതിനകത്തും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് വിടുതൽ ദൈവത്തിന് കൈമാറാൻ പദ്ധതിയുള്ള എല്ലാവരെയും കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് കർത്താവ് കേൾപ്പിക്കേണ്ടത് കേൾപ്പിക്കാൻ ആഗ്രഹമുള്ളവരെ മാത്രം ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഏതൊക്കെ വീടിനകത്ത് അത്ഭുതം നടക്കണമെന്ന് ദൈവം നിശ്ചയിക്കപ്പെട്ട ഭവനങ്ങളിലുള്ളവരെ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളെ ദൈവം വീണ്ടെടുത്തിരിക്കും. ഇന്നു പകലൊരു സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഇന്നു പകലൊരു ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചിരിക്കും. ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 3-ാമത്തെ വാക്യം മുതൽ.
ആ ആ മതി. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടായാൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടതിനെ നോക്കി നടക്കാതിരിക്കുമോ? നമ്മൾ നടക്കുമോ? ഇല്ല. എന്താ നടക്കാത്തതിൻ്റെ കാരണം? 99 ഉണ്ടല്ലോ. കർത്താവ് ഇങ്ങനെ വിചാരിച്ച ഞാനും നിങ്ങളും ആരും ഇന്നിവിടെ വരത്തില്ലായിരുന്നു. നമ്മൾ നടക്കത്തില്ല, കാരണം ഒരെണ്ണേ പോയുള്ളല്ലോ. 99 ഉണ്ട്. പക്ഷെ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ഒരു ആടിനെ തേടി ഇടയൻ നടക്കുകയാണ്. ഇടയന് വേണ്ടി വേണമെങ്കിൽ പറയാമായിരുന്നു, 99 എൻ്റെ പക്കലുണ്ടല്ലോ, ഒരെണ്ണവേ പോയുള്ളല്ലോ, പോയത് പോട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലകളിൽ ശത്രു നിങ്ങളിൽ നിന്നും ഏത് വ്യക്തിയാണോ എടുത്തു മാറ്റിയത്, എടുത്തു കളഞ്ഞത്, അതിൻ്റെ കാരണം ആ വ്യക്തി അധികം ഫലം കായ്ക്കേണ്ടതുകൊണ്ടാണ്. 100 ആടുള്ള മനുഷ്യനിൽ നിന്നും ഒരു ആടിനെ ശത്രു എടുത്തു മാറ്റിയപ്പോൾ ആ ആടിനെ അന്വേഷിച്ചു ചെന്ന ഒരു ഇടയനുണ്ട്. ഇതുപോലെ നഷ്ടപ്പെട്ട ചിലതിനെ ഓർത്ത് കരയുന്നവർ ഇതിനകത്തുണ്ട്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വർഷങ്ങളായി കരയുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്നു പകൽ പരിശുദ്ധാത്മ പറയുക, നിന്റെ കരച്ചിലിന് അറുതി വന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ആടിനെ നീ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലകളിൽ കണ്ടതുപോലെയല്ല ആ ആട് നിന്റെ കയ്യിൽ തിരികെ കിട്ടുന്നത്. ഇന്നലകളിൽ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു, ഇന്നലകളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ കയ്യിൽ അത് മടങ്ങി വരുമ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അത് മടങ്ങി വരാൻ പോവുകയാണ്. അപ്പം 100 ആടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരാട് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറയും 99 ആടുകളെക്കാൾ വലിയ വിലയാണ് ഒരാടിനു വേണ്ടി ഇടയൻ കൊടുത്തത്. ഇന്ന് പകൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വൃഥാവല്ല. അതിൻ്റെ മറുപടി ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ദൈവം നിങ്ങളുടെ കരത്തിൽ തരികയാണ്. ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു വലിയ അഴിച്ചുപണി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. എന്തോ കർത്താവ് അങ്ങനെ തന്നെ പ്രാരംഭം മുതൽ ഇടപെടുന്നത്. വീടിനെ ഓർത്ത് കരയുന്നവർ, വീടിനെ ഓർത്ത് ഭാരപ്പെടുന്നവർ, തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ, ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. നിന്റെ കരച്ചിൽ സ്വർഗം കണ്ടു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ വീടിനകത്തൊരു അഴിച്ചുപണി കർത്താവ് തരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടതിനെ നിന്റെ വീടിനകത്തേക്ക് ദൈവം മടക്കി തരാൻ പോകുകയാണ്. ചില വീടിനകത്ത് ഒരു വലിയ അഴിച്ചുപണിയെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകുകയാണ്. നീ വന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, വളരെ എതിർപ്പ് നിറഞ്ഞതായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ നിന്റെ ആത്മമനുഷ്യനൊന്ന് എഴുന്നേറ്റാൽ തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ വീടിനകത്ത് ചില മാറ്റങ്ങൾ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തുള്ള ആത്മമനുഷ്യനൊന്ന് എഴുന്നേൽക്കട്ടെ. നിന്റെ അകത്തുള്ള പ്രാർത്ഥനാ മനുഷ്യനൊന്ന് എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനാ മനുഷ്യനൊന്ന് ബലപ്പെട്ടാൽ, ആത്മമനുഷ്യനൊന്ന് ബലപ്പെട്ടാൽ, ഇന്നലെ വരെ വീട്ടിൽ കയറി ചെന്നതുപോലെയല്ല ഇന്ന് നീ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പിശാച് പറയും, എനിക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ല, പോയതുപോലെ അല്ല ഇവൾ മടങ്ങി വന്നത്. ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, എനിക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ല, എനിക്കിവളുടെ സമ്പത്തിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എനിക്കിവളുടെ തലമുറയെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എനിക്കിവളുടെ ശുശ്രൂഷയെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എനിക്ക് പോയേ മതിയാകൂ. ഇന്ന് പകൽ കരങ്ങളെ അടിച്ച് നിങ്ങളുടെ അകത്തുള്ള ആത്മമനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ ആത്മമനുഷ്യൻ എഴുന്നേൽക്കണം, നിങ്ങളുടെ പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേൽക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മമനുഷ്യൻ എഴുന്നേറ്റാൽ, ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആത്മമനുഷ്യൻ എഴുന്നേറ്റാൽ ശത്രു തൻ്റെ നേരെ ചീറിയെടുക്കുമ്പോൾ ആത്മമനുഷ്യൻ മരണം കാണത്തില്ല. ചീറി അടുക്കുന്നതിനെ വലിച്ചീറിക്കളയുവാനുള്ള ഒരാത്മാവിൻ്റെ അഭിഷേകത്തെ ഈ പകൽ സ്വർഗം ചിലതിൻ്റെ മേൽ പകരുകയാണ്. ആടിന്റെ നേരെ ചീറ്റിയെടുത്ത
സിംഹത്തെയും കരടിയെയും കണ്ടിട്ട് ഭയപ്പെട്ടില്ല. ഓടി ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ സ്വയരക്ഷാർത്ഥം കയറിയതുമില്ല. ശത്രു തൻ്റെ നേരെ വരുന്നു എന്ന് കണ്ടപ്പോഴകത്തെ ആത്മമനുഷ്യൻ എഴുന്നേറ്റത്. നമ്മൾ നേരെ തിരിച്ച. ശത്രു നമ്മുടെ നേരെ വരുന്നു എന്നറിയുമ്പോഴേ ഇവിടെ രോഗം തുടങ്ങിക്കഴിഞ്ഞു, ഇവിടെ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു, ഇവിടെ വാ തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയം അതാ. എന്നാൽ ശത്രു തൻ്റെ നേരെ തൻ്റെ ആടുകളെ കടിച്ചു കീറിക്കളവാൻ അടുക്കുന്നു എന്ന് കണ്ടപ്പോഴേ ഒരു ഭക്തന്റെ അകത്ത് ആത്മമനുഷ്യൻ എഴുന്നേറ്റു. ഇത് പേടിച്ചോടാനുള്ള സമയമല്ല, ഇത് ഭയന്ന് മാറാനുള്ള സമയമല്ല, എൻ്റെ നേരെ വരുന്നതിനെ നേരിടാനുള്ള സമയമാണ്. ഇവിടെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പരാജയമില്ല. എൻ്റെ അകത്തു വ്യാപരിക്കുന്ന ഈ അഭിഷേകത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഇന്ന് പകൽ ആരൊക്കെയോ ഈ മതിൽ ചാടിക്കിടക്കാൻ പോകുകയാ. ആരൊക്കെയോ സ്വസ്ഥമാകാൻ പോകുന്നു. ആരൊക്കെയോ ഈ മതിൽ ചാടിക്കിടക്കാൻ പോകുന്നു. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞുകല്ലോ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് പകലിൽ അത് ഇതിനകത്ത് സംഭവിക്കുകയാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ശത്രു നേരെ വരുമ്പോൾ നിന്നുകൊടുക്കാൻ തയ്യാറായാൽ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. ഇത് ശത്രു വരുമ്പോൾ സ്ഥലത്ത് ആളില്ല. ശത്രു എങ്ങൂന്നോ വരുന്നതിന് മുമ്പേ ഇവിടെ നാട് കടന്നു കഴിഞ്ഞു. ശത്രുവിനെ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ പ്രതിസന്ധികളിൽ തോറ്റുപോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു ചെറുതും പ്രതിസന്ധി വലുതുമാകുന്നതുകൊണ്ടാണ്. തിരിയണം. എത്ര കൊടികുത്തി വാഴുന്ന പ്രതിസന്ധി വന്നാലും, അടുത്ത നിമിഷം മരിക്കേണ്ടി വന്നാലും യേശുവിനെ വലുതായി കാട്ട്, യേശുവിനെ വലുതായി ചിന്തിക്ക്. നിന്റെ കാൽ കീഴിലെ പൊടി മാത്രമാ നീ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധിയും. നിരാശ അകത്ത് കയറിയാൽ, ഭീതി അകത്ത് കയറിയാൽ എങ്ങനെ പോരാടാൻ കഴിയുന്നേ? ഭീതി അകത്ത് കയറിയ ഒരു പുള്ളി പറയുക, ഇപ്പോൾ മതി നാഥ, എന്നെ അങ്ങ് കൊണ്ടുപോക്കോണേ, ചെയ്തതൊക്കെ മതി, എന്നെ അങ്ങ് എടുത്താ മതി. നീ പറയുമ്പോൾ എടുക്കാനിരിക്കുന്നവനല്ല കർത്താവ്. കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷമേ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. ഓട്ടം തികയ്ക്കാതെ എങ്ങനെ ഓട്ടത്തിൻ്റെ നടുവിൽ കിടക്കുന്ന നിന്നെ എടുക്കുന്നത്? ഓട്ടം തികച്ചേ കൊണ്ടുപോകത്തുള്ളൂ. ഓട്ടം തികച്ചേ കൊണ്ടുപോകത്തുള്ളൂ. ഓട്ടം തികയ്ക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ ഓടി തികയ്ക്കും. ഇല്ല, ഞാൻ ഓടി തികയ്ക്കും. എൻ്റെ ഓട്ടം ഞാൻ ഓടി തികയ്ക്കും. ശത്രുവിൻ്റെ മുമ്പിൽ തലകുനിക്കാനുള്ള സമയമല്ല, ശത്രുവിൻ്റെ മുമ്പിൽ ഓടി മറയാനുള്ള സമയമല്ല, ശത്രുവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള സമയമാണ്. ശത്രു വരുന്നത് കണ്ട് ഭക്തൻ നിന്നു കൊടുക്കുകയാ. വരട്ടെ, 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 വരട്ടെ. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമെന്ന വചനം പറയുന്നത്. അപ്പൊ ശത്രു വരുന്നത് കണ്ട് ഭക്തൻ നിന്നു കൊടുക്കുകയാ. വരട്ടെ, ഭയക്കുന്നില്ല. ഇതിന് മുൻപ് എന്തെങ്കിലും അനുഭവമുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം. ഭയമില്ലേ? ഇപ്പം ഭയമില്ല. കാരണം ആത്മമനുഷ്യൻ ബലപ്പെട്ടു. പ്രതിസന്ധി വരുമ്പോഴാണ് നീ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ പ്രാപിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. പ്രതിസന്ധി വന്നപ്പോൾ, തകർത്ത് കളയാൻ ശത്രു മുൻപിൽ വന്നപ്പോൾ ഭക്തൻ ഓടിയില്ല, വരട്ടെന്ന് പറഞ്ഞു. വരട്ടെ. എൻ്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം ഓടി ഒളിക്കാനുള്ള ഈ അഭിഷേകമല്ല. എൻ്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം കയറിനെ ആശ്രയിക്കാനുള്ള ഈ അഭിഷേകമല്ല. എൻ്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം ശത്രു വന്നിട്ട് പോകുന്നത് വരെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാനുള്ള അഭിഷേകമല്ല. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം ശത്രു വരട്ടെ, അവനെ വലിച്ചു കീറുവാനുള്ള അഭിഷേകമാണ്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാമുറിയിൽ അത് സംഭവിക്കണം. ശത്രുവിനെ വലിച്ചു കീറുന്ന ഒരു തലമുറ ഇതിനകത്തു നിന്നും എഴുന്നേൽക്കട്ടെ. ശത്രുവിനെ ഭയക്കുന്നവരല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നവർ.
അതേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നവർ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്നവർ ഇന്നു പകൽ ഇതിനകത്തു നിന്നും എഴുന്നേറ്റ് വരട്ടെ. ഭയപ്പാടുകൾ അകലെ മാറിപ്പോകട്ടെ. ഭീരുക്കളെ കർത്താവിന് വേണ്ട, ഭയപ്പാടുള്ളവരെ ദൈവത്തിനു വേണ്ട. ഇന്നു പകൽ നിന്റെ അകത്തുള്ള ഭയം മാറണം, അകത്ത് ധൈര്യം വ്യാപരിക്കണം. ഭയം മാറി ധൈര്യം വ്യാപരിച്ചാൽ ഏത് ശത്രുവും എങ്ങനെയും വന്നോട്ടെ, എൻ്റെ മുമ്പിൽ പരാജയമില്ല. എന്തുകൊണ്ടാണ് നീ ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കാതെ ഓടി ഒളിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് പരാജയം, ശത്രു ജയിക്കും. ഈ ചിന്തയാണ് ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ നിർത്താത്തത്. എന്നാൽ ഇന്നു പകൽ പരാജയം മാറണം. ഇന്നലകളിൽ നീ അനുഭവിച്ച സകല പരാജയങ്ങളും ഇന്നു പകൽ പൊട്ടണം. നിന്റെ കുടുംബത്തെ ശത്രു പരാജയത്തിൻ്റെ വെള്ളം കുടിപ്പിച്ചത് ഇന്നു പകൽ നിൽക്കണം. കാൽവറിയിൽ ഒരുവൻ നിനക്ക് വേണ്ടി തകർന്നത് നീ പരാജിതനാകാനല്ല, നീ ലജ്ജിച്ചു പോകാനല്ല, ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി കാണാനത്രേ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ശത്രു വരുന്നത് കണ്ട് പേടിച്ചോടരുത്. ഈ ശത്രുവിനെ ജയിക്കാൻ നിനക്കേ കഴിയത്തുള്ളൂ. ഈ ശത്രുവിനെ ജയിക്കാൻ നിനക്കേ കഴിയത്തുള്ളൂ. അടുത്ത വീട്ടിലെ ആർക്കും കഴിയത്തില്ല. ഈ ശത്രു നിന്റെ നേരെ വരുന്നെങ്കിൽ നിനക്ക് ഇതിനെ ജയിക്കാനുള്ള കൃപ ഉള്ളതുകൊണ്ടാണ് ഈ ശത്രു നിന്റെ നേരെ വരുന്നത്. ഇവിടെ ഒരു ഭക്തന്റെ നേരെ സിംഹവും കരടിയും വരികയാ. അവൻ അടുത്ത ആളെ വിളിച്ചില്ല, വാ എന്നെ രക്ഷപ്പെടുത്ത. ഇല്ല ഇല്ല ഇല്ല, ഇതെന്റെ നേരെ വരുന്നെങ്കിൽ ഇതിനെ ഞാൻ ജയിക്കും. ഇന്നു പകലിൽ നീ ചിലതിനെ ജയിക്കണം, നീ ചിലതിനെ അടക്കണം. ഇന്നലകളിൽ നിന്നെ പരാജയപ്പെടുത്തിയതിനെ, ഇന്നലകളിൽ നിന്നെ പുറംതള്ളിയതിനെ, ഇന്നലകളിൽ നിന്നെ ബന്ധിച്ചതിനെ ഇന്നു പകലിൽ നീ ചവിട്ടി മതിച്ച് നീ മുന്നേറണം. ഒരു ജയാളിയെ പോലെ, ഒരു ജയാളിയെ പോലെ മുന്നേറണം. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുകയാ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ചില യാത്രകൾക്കായി ഒരുങ്ങിക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിങ്ങളുടെ ശബ്ദത്തിനകത്ത് അസാധാരണമായ അഭിഷേകമുണ്ട്. നിങ്ങൾ പാടുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുമെന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. സാധാരണമായ അഭിഷേകം നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഈ നാളുകളിൽ ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാണ്. ആമീൻ. നിങ്ങൾ ഒതുങ്ങിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. അനേക വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് പറയുക, അകത്ത് പകർന്ന അഭിഷേകത്തിൻ്റെ ചുരുളിനെ ദൈവാത്മാവ് അഴിക്കാൻ പോകുക. നിന്നിലൂടെ ഒരു ഉണർവ് ചില ഇടങ്ങളിൽ വെളിപ്പെടാൻ പോകുക. ഭാരതത്തിൻ്റെ ഉണർവിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്നു പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ശത്രു മുൻപിൽ വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്ന ഒരുത്തനെ വേണ്ട, മറിച്ച് ശത്രുവിനെ ജയിക്കുന്ന ഒരാളെയാണ് ഇന്ന് പകൽ ദൈവാത്മാവിന് ആവശ്യം. 4-ാമത്തെ വാക്യം വായിച്ചേ. 4 5-ാമത്തെ വാക്യം. മതി. അപ്പം 99നെയും മരുഭൂമിയിൽ കണ്ടെത്തും വരെ, ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതെ ഇരിക്കുമോ? സ്തോത്രം. അപ്പം അവൻ ആ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ഒരെണ്ണത്തിനു വേണ്ടി അന്വേഷിക്കുകയാണ്. ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരാളാണ്. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരാടാണ്. ഈ 100 ആട് ഒന്നിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ ഒരാട് നഷ്ടപ്പെട്ടു പോകുന്നത് ചിന്തിച്ചിട്ടുണ്ട്? ആടുകൾ കൂട്ടം കൂടിയാണ് നടക്കാറുള്ളത്. പക്ഷെ എങ്ങനെയാ ഒരാട് കൂട്ടം തെറ്റി കാണാതാകുന്നത്? ഇടയനെ സംബന്ധിച്ച് ഇടയന് എണ്ണി നോക്കേണ്ട കാര്യമില്ല. ഇടയന് നോക്കുമ്പോൾ അറിയാം എത്ര എണ്ണം ഉണ്ടെന്ന്. അതാ ഇടയൻ. അതാ കർത്താവ് പറയുന്നത്, ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും. ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും. എൻ്റെ സാന്നിധ്യവും ആടുകൾ തിരിച്ചറിയും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഒരാട് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു?
കൂട്ടത്തോടെ നടക്കുന്ന 100 ആടിൽ നിന്നും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുന്നത് അത് അപൂർവമാണ്. 2, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാനും പാടാ. ഈ സംഭവം നടക്കുന്നത് മരുഭൂമിയിലാണ്. പലസ്തീൻ്റെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കകത്താണ് 100 ആടിലെ ഒരാട് നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഈ ആട് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം, ഈ ആട് ഈ കൂട്ടത്തോടെ മെയ്യാൻ പോകുമ്പോൾ, ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു, ആടിന് ഇടയൻ്റെ ശബ്ദം അറിയാം. അപ്പം ആടിനെ സംബന്ധിച്ച് ഇടയൻ്റെ ശബ്ദം അറിയാം, തന്നെ സ്നേഹിക്കുന്നവരുടെ ശബ്ദം അറിയാം, തന്നെ സംരക്ഷിക്കുന്ന ഇടയൻ്റെ ശബ്ദം അറിയാം. എന്നാൽ അതിന് വിപരീതമായി തൻ്റെ പ്രാണനെ എടുക്കാൻ ഒരു ദുഷ്ടജീവി വന്നാൽ അതിൻ്റെ ശബ്ദവും ആടിനറിയാം. ഇടയൻ്റെ ശബ്ദം കേട്ടാൽ അത് നിന്നുകൊടുക്കും, ദുഷ്ടമൃഗത്തിൻ്റെ ശബ്ദം കേട്ടാൽ ഓടി ഒളിക്കും. ഈ കൂട്ടത്തോടെ മേയുന്ന സമയത്ത് എവിടെ വെച്ചോ ശത്രുവിൻ്റെ ശബ്ദം ഇവരുടെ കാതുകളിൽ മുഴങ്ങി. പ്രാണരക്ഷാർത്ഥം ആടുകൾ ചിതറിയോടി, എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി ചിതറിയോടി. ഈ മരുഭൂമിയുടെ പ്രത്യേകത, മരുഭൂമി പാഴായി കിടക്കുകയല്ല. ചിലയിടങ്ങളിൽ 2-3 നില പൊക്കം വരുന്ന വിധത്തിൽ മുള്ളുകൾ കൊണ്ട് കെട്ടപ്പെട്ട മുൾപടർപ്പുകളുണ്ട്, പൊക്കമുള്ള മുൾപടർപ്പുകൾ. ആ മുൾപടർപ്പിനകത്ത് ആഴത്തിലുള്ള ഗർത്തങ്ങളുണ്ട്, കുഴികളുണ്ട്. ഒരാടി കുഴിക്കകത്ത് പെട്ടുപോയാൽ ഉലകത്തിലെ ആര് ശ്രമിച്ചാലും ഈ ആടിനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഇതാണ് സംഭവം. അപ്പം എവിടെയോ മെയ്യാൻ വിട്ടു, ഇടയൻ പോയി. ഈ വൈകുന്നേരം ഇടയൻ കാണുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഏതോ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറാൻ വേണ്ടി വന്നു. ആടുകൾ ചിതറിയോടി. ഏതോ ഒരാട് അഗാധമായ ഒരു കുഴിക്കകത്ത് പെട്ടുപോയി. ഈ ആടിനെ എങ്ങനെ രക്ഷിക്കും? ഒരു കുഴി മാത്രമല്ല, ഒരുപാട് കുഴികളുണ്ട്, ഒരുപാട് മുൾപടർപ്പുകളുണ്ട്. ഏത് മുൾപടർപ്പിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? മുൾപടർപ്പെന്ന് പറഞ്ഞാൽ സാധാരണ മുള്ളല്ല, നീളമുള്ള മുള്ളാണ്, വിഷമുള്ളുകളാണ്. ഈ മുള്ളാണ് കർത്താവിൻ്റെ തലയിൽ കോലുകൊണ്ട് അടിച്ചു കയറ്റിയത്. ഈ വിഷമുള്ള മുള്ള് എങ്ങനെ മാറ്റാൻ കഴിയും? ഈ ആട് ഈ മുൾപടർപ്പിനകത്ത് പെട്ടുപോകുമ്പോൾ മുള്ള ആടിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരുത്തില്ല, നീ ഇവിടെ പെട്ടുപോയി, നിന്നെ ഞാൻ പെടുത്തി, ഒരിക്കലും ഒരു മനുഷ്യനും ഇവിടെ വരുത്തില്ല. എൻ്റെ കയ്യിൽ പെട്ടവരെയെല്ലാം ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വാദിക്കുന്ന, തലപൊക്കി നിൽക്കുന്ന ചിലതിൻ്റെ പത്തി ഇന്നു പകലിൽ വചനത്തിൻ്റെ മുമ്പിൽ ഒടിയാൻ പോകുകയാണ്. ഭവനത്തെ പെടുത്തിക്കളഞ്ഞ, വ്യക്തിജീവിതങ്ങളെ പെടുത്തിക്കളഞ്ഞ, തലമുറകളെ പെടുത്തിക്കളഞ്ഞ, ഇനിയും ഇതിൽ നിന്നും ആരും രക്ഷപ്പെടുത്താൻ വരുത്തില്ലെന്ന് പറഞ്ഞ, ഒരു പ്രാർത്ഥനയ്ക്കും നിന്നെ ഇതിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ദുഷ്ടവ്യാപാരം ഇന്നു പകൽ പൊളിയുക. നിന്നെ പുറത്തെടുക്കേണ്ടത് യേശുവിൻ്റെ ആവശ്യമാണ്. നിന്റെ തലമുറ പുറത്തു വരേണ്ടത് യേശുവിൻ്റെ ആവശ്യമാണ്. നീ ദൈവഹൃദയത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളതാണ്. നീ ദൈവഹൃദയത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളതാണ്. നീ കിടക്കേണ്ടത് മുള്ളുകളുടെ അകത്തല്ല. നിന്റെ മേൽ ചൊരിയപ്പെട്ട വാഗ്ദത്തങ്ങളുണ്ട്, നിന്റെ മേൽ വെളിപ്പെട്ട ദൈവനിയോഗങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മുൾപടർപ്പിനകത്ത് മുള്ളുകൾക്കിടയിൽ കിടക്കുന്നത്. പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശത്രു പറയുക, നിന്നെ ആർക്കും പുറത്തെടുക്കാൻ കഴിയത്തില്ല, ആരും നിന്റെ ശബ്ദം കേൾക്കത്തില്ല, ആരും നിന്നെ വിടുവിക്കാൻ വരുത്തില്ല. എൻ്റെ അടുത്ത് വന്നവരെയെല്ലാം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. ഇല്ല പിശാചേ, ഈ 5-ാമത്തെ പകലിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുകയാ. നീ ബന്ധിച്ചതിന് യേശു അഴിക്കുന്നു.
ഏതൊക്കെയോ വീടുകൾക്കകത്തളങ്ങളിൽ, ഏതൊക്കെയോ ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ, ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ആ വിടുതൽ സംഭവിക്കുക. ഇന്ന് പകൽ ആരാധിച്ചേ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശത്രു വെച്ച വാദഗതികൾ പുറത്തു വരരുത്, അനുഗ്രഹിക്കപ്പെടരുത്, നന്മ പ്രാപിക്കരുതെന്ന് വെച്ച വാദഗതികൾ ഇന്ന് പകൽ പൊളിയട്ടെ. ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ വചനം പൂർത്തിയാകത്തില്ല. അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ പറയുന്ന സമയത്ത് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. വചനം അകത്തോട്ട് കയറിയെങ്കിലേ ആ വിടുതൽ സംഭവിക്കത്തുള്ളൂ. ഇന്ന് നിങ്ങൾ അകത്ത് വചനവുമായി അങ്ങോട്ട് ചെല്ലണം. അതാണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കേണ്ടത്. എനിക്കറിയാം, ഓരോ വ്യക്തികളെയും തൊട്ടാണ് വചനം ഇങ്ങനെ പോകുന്നത്. നല്ല ബോധ്യത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. ഓരോ സംഭവം പറയുമ്പം പരിശുദ്ധാത്മാവ് എന്നെ ഓരോ ശിരസ്സുകൾ കാണിക്കുന്നുണ്ട്. ഞാൻ വരാത്ത നേരം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തൊടാൻ പറ്റത്തില്ല. വചനം നിങ്ങളുടെ അകത്ത് കയറണം. ദൈവാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ട്, അത് സത്യം, വാസ്തവമാണ്. ദൈവാത്മാവ് ഇപ്പോൾ തന്നെ ചിലരുടെ മേലുള്ള ചിലതിനെ അഴിച്ചിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ചിലർ അനുഭവിച്ചുകൊണ്ടാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വാദിക്കുന്നൊരു തലമുണ്ട്. പക്ഷെ മുള്ളിന് തെറ്റുപറ്റിപ്പോയി, മുൾപ്പടർപ്പിന് തെറ്റുപറ്റിപ്പോയി. മുള്ളിനും മുൾപ്പടർപ്പിനും കുഴിക്കും പറയാൻ ഒരുപാട് സത്യങ്ങളുണ്ട്. ഒരുപാട് പേരെ പെടുത്തി, സത്യമാ. ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു, സത്യമാ. ഒരുപാട് പേരെ പുറലോകം കാണിക്കാതെ ഒരു നന്മയും പ്രാപിക്കാതെ ഒരുപാട് പേരെ തകർത്ത് കളഞ്ഞു, സത്യമാ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരുപാട് പേരിൽ ഒരാളായിട്ട് ഈ കിടക്കുന്നവനെ എണ്ണരുത്. അതാ അതിൻ്റെ കാര്യം. ഒരുപാട് പേരിൽ ഒരാളായി ഈ കിടക്കുന്നവനെ എണ്ണരുത്. ഈ കിടക്കുന്നവൻ്റെ മേൽ നിവർത്തിയാക്കപ്പെടാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കിടക്കുന്നവനിലൂടെ വെളിപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെയെല്ലാമാണ് നീ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഞെരുക്കിക്കുന്നത്, അല്ലേ? ഇന്ന് നിന്റെ കോട്ട അഴിയുക, ഇന്ന് നിന്റെ പദ്ധതി അഴിയുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ശരീരങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന രോഗശക്തികൾ ഇന്ന് പകൽ അഴിയട്ടെ. ദേശത്തിന്റെ പോരുകൾ ഇന്ന് പകൽ അഴിയട്ടെ. ഭവനത്തെ ബന്ധിച്ച കെട്ടുകൾ അഴിയട്ടെ. പൈശാചിക തലങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. അപ്പം ഈ മുൾപടർപ്പ്, ഈ മുള്ളും പറയുക, ഇവിടെ നിന്ന് നിനക്കൊരു രക്ഷയില്ല, ഇത് നിന്റെ അവസാനമാണ്. ഞങ്ങളുടെ അടുത്ത് വന്നവരെ ആരെയും വിടുവിപ്പാൻ ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ സ്വഭാവം അറിയാം, അതുകൊണ്ടാണ് വരാത്തത്. നിന്റെ സ്വഭാവം എന്തു ആയിക്കോട്ടെ, ഇന്ന് യേശു ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ എത്ര വലിയ മുൾപടർപ്പ് നിന്ന് കത്തും. യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ എത്ര വലിയ കുഴിയും പൊങ്ങി വരും. കിണറെ പൊങ്ങി വരാൻ പറഞ്ഞതുപോലെ പൊങ്ങി വരും. മുൾപടർപ്പിൽ അസാധാരണമായ കാഴ്ചയാണ് മോശ കണ്ടത്. കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകുന്നില്ല. അപ്പം മുൾപടർപ്പിനെ കത്തിക്കാനും ദൈവത്തിന് പരിപാടിയുണ്ട്. അപ്പം ബന്ധിച്ച ഭാഗം മുൾപടർപ്പ് ദൈവത്തിനൊരു വിഷയമല്ല. കത്തേണ്ടത് ഇന്ന് പകൽ വചനത്താൽ കത്തണം. കുഴിഞ്ഞുപോയ താന്നുപോയ മേഖലകൾ കിണർ പൊങ്ങി വന്നതുപോലെ പൊങ്ങി വരണം. പൊങ്ങി വരും, പൊങ്ങി വരും. നിങ്ങളിൽ നിന്നും ശത്രു എടുത്തുകൊണ്ട് ആഴങ്ങളിൽ കൊണ്ടിട്ടത്, അനുഭവിക്കരുതെന്ന് പറഞ്ഞ ആഴങ്ങളിൽ കൊണ്ടിട്ടത് ഇന്നു പകലിൽ പൊങ്ങി വരും. ആര് പറഞ്ഞാലും നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കും, നീ പ്രാപിക്കേണ്ടത് നീ പ്രാപിക്കും. നിന്റെ ഭവനത്തിനൊരു വിടുതലുണ്ട്, നിന്റെ തലമുറയ്ക്കൊരു വിടുതലുണ്ട്. ഇതൊരു പുകഴ്ചയുടെ വാക്കല്ല, ഇന്ന് ദൈവം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നിന്റെ ഭവനത്തെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടു. ചിലതിനെ പരിശുദ്ധാത്മാവ് അലങ്കരിക്കാൻ പോകുകയാ. കർത്താവിനോട് ആ പദം തന്നെ പറയുന്നു. ശത്രു അലങ്കോലപ്പെടുത്തിയതിനെ യേശു അലങ്കരിക്കാൻ പോകുക. ശത്രു അലങ്കോലപ്പെടുത്തിയ ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട്.
ദൈവം ഇന്ന് പകൽ അവനെ അലങ്കരിക്കാൻ പോകുകയാണ്. ആർക്കും വഴങ്ങാത്തവനായിരിക്കാം, ആരും പറയുന്നത് കേൾക്കാത്തവനായിരിക്കാം, ആർക്കും കീഴ്പ്പെടാത്തവനായിരിക്കാം. യേശുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം സംഭവിക്കും. കീഴടങ്ങും, വഴങ്ങും, കേൾക്കും, അനുസരിക്കും, മാനസാന്തരം ഉണ്ടാകും, വിശ്വാസത്തിൽ കടന്നു വരും. ശൂന്യതകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ഒന്നും എൻ്റെ കയ്യിലില്ല. ശൂന്യതകൾ ഇന്ന് പകൽ സ്വർഗം പൊളിക്കുകയാണ്. ശൂന്യതകളെ കർത്താവ് പൊളിക്കുകയാണ്. ശൂന്യമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ശൂന്യതകളുടെ മേൽ ദൈവത്തിൻ്റെ നിറവ് ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. മുൾപ്പടർപ്പ് ഒരു ഭാഗത്ത് കത്തുന്നുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ചിലത് പൊങ്ങി വരുന്നു എന്ന് നിന്റെ അന്തരാത്മാവിൽ നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പാണ് നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് നീ തിരികെ പ്രാപിച്ചിരിക്കും. നഷ്ടപ്പെട്ടതിൻ്റെ ആരോഗ്യം, നഷ്ടപ്പെട്ടതിൻ്റെ സമ്പത്ത്, നഷ്ടപ്പെട്ടതിൻ്റെ കുടുംബജീവിതം, നഷ്ടപ്പെട്ടതിൻ്റെ നന്മകൾ, നഷ്ടപ്പെട്ടതിൻ്റെ ശുശ്രൂഷകൾ, നഷ്ടപ്പെട്ടതിൻ്റെ ആത്മീക ജീവിതം ഇന്ന് പകൽ അതിനെ മടങ്ങി പിടിക്കുക. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം അവിടെ കൊണ്ട് നിൽക്കട്ടെ. അപ്പം ഈ മുള്ളിൻ്റെ ഇടയിൽ വീണ ആടിനോട് മുള്ളിനും കുഴിക്കും പറയാനുണ്ട്, ഇനി പുറത്തു വരുത്തില്ല. ഇതേ സെയിം അവസ്ഥ ഇതിനകത്തുള്ളവർക്കുണ്ട്, ഇനിയും പുറത്തു വരുത്തില്ല. പക്ഷെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ആടിന് ഇടയൻ്റെ ശബ്ദം അറിയാം. നമ്മളെ സംബന്ധിച്ച് നമുക്കിടയൻ്റെ ശബ്ദം കൂടിപ്പോയതാണോ പ്രശ്നമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇടയൻ്റെ ശബ്ദവും പിശാചിൻ്റെ ശബ്ദവും കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത രീതി കിടക്കുകയാണ്. അത് പിശാച് നമ്മളെ പരീക്ഷിക്കണം. പിശാചിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവാത്മാവ് പറഞ്ഞാന്ന് പറഞ്ഞു പോയാൽ വലിയ കുഴിയിൽപ്പെടും. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം ഏതാണെന്നും ശത്രുവിൻ്റെ ശബ്ദം ഏതാണെന്നും ഒരാടിന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും നന്നായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ ഒരു ശത്രുവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഈ ആടുകൾ ചിതറിപ്പോയത്. ഈ ആടിനെ തിരിച്ചു പിടിക്കണം. എന്തു ചെയ്യും? വിഷമുള്ള ചെന്ന് തൊട്ടാൽ മുറിയും, വിഷം ശരീരത്തിൽ കയറും. ഈ ഇടയൻ ഉയർന്ന ഒരു സ്ഥലത്തിൽ കയറി ആടിനെ വിളിക്കും. കുറച്ച് അല്പം പൊക്കമുള്ളൊരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ആടിനെ വിളിക്കും. എത്ര വലിയ കുഴിക്കകത്ത് കിടന്നാലും, എത്ര വലിയ മുള്ളുകൾ ശരീരത്തിൽ തറയ്ക്കപ്പെട്ടാലും, മുള്ളുകൾ പോറിയ വേദന ഉണ്ടെങ്കിലും, ഇടയൻ്റെ ശബ്ദം ആടിൻ്റെ കാതിൽ എത്തിയാൽ, തുണ്ടയിൽ അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കും. കാരണം എന്നെ രക്ഷിക്കുന്നവൻ്റെ ശബ്ദമാണ്. ഇന്ന് പകലിൽ ചില കുടുംബങ്ങളെ തകർത്ത ഇരുളിൻ്റെ ശബ്ദമാണ്. ചില കുടുംബങ്ങളെ വഴിമുട്ടിച്ചത് പിശാചിൻ്റെ ശബ്ദമാണ്. ചില തലമുറകളെ വഴിതെറ്റിച്ച് കളഞ്ഞത് ഈ ദുഷ്ടൻ്റെ കരമാണ്. എന്നാൽ ഇന്നു പകലിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് നിന്നെ വിടുവിക്കുന്നവൻ്റെ കരമാണ്, നിന്നെ രക്ഷിക്കുന്നവൻ്റെ കരമാണ്, മടക്കിത്തരാൻ കരുത്തുള്ളവൻ്റെ കരമാണ്. അടിച്ചമർത്തുന്നവൻ്റെ കരമല്ല, ഒതുക്കിക്കളയുന്നവൻ്റെ കരമല്ല, പുറത്തെടുക്കുന്നവന്റെ കരം, പണിതെടുക്കുന്നവന്റെ കരം, ബലപ്പെടുത്തുന്നവന്റെ കരം. അപ്പം ഇടയന്റെ ശബ്ദം കേട്ടാൽ അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിരിക്കും. എത്ര വലിയ കുഴിയിൽ പെട്ടാലും ഉണ്ടാക്കിയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് ശബ്ദം ഉണ്ടാക്കുന്ന അറിയാവോ? തൻ്റെ അകത്തൊരു വിശ്വാസം വന്നു, എവിടെ ഇടയൻ പോയാലും എന്നെ തേടി വരും, എന്നെ കൊണ്ട് ഇടയൻ പോകും. അതെ, നിന്റെ ഭവനത്തെ കൊണ്ടേ കർത്താവ് പോകത്തുള്ളൂ. നിന്റെ തലമുറ പുറത്തെടുത്തിട്ട് ഇന്നു പകലിൽ നിന്നെ മടക്കി വിടത്തുള്ളൂ. നിന്റെ കണ്ണിലെ കണ്ണുനീരിനെ തുടച്ചട്ടെ, നിന്റെ ഭവനത്തിലെ രട്ടിനെ അഴിച്ചട്ടെ.
നീ അനുഭവിക്കുന്ന ശൂന്യതകളെ പൊളിച്ചട്ടെ. ഇന്ന് പകൽ കർത്താവ് നിന്നെ മടക്കി വിടത്തുള്ളൂ. എലിയാവിന് ദൈവം കെരീത്തിൽ വെള്ളവും അപ്പവും കൊടുത്തു. ആരാ കൊടുത്തേ? കാക്ക. ഞാൻ പറയും കാക്കയല്ല, ദൂതനാ കൊടുത്തത്. എലിയാവ് കണ്ടത് കാക്കയെ സമ്മതിച്ചു. പോട്ടെ, കാക്കയാട്ടെ, എന്തായാലും കിട്ടിയല്ലോ. പക്ഷെ കാക്കയുടെ വരവ് നിലയ്ക്കുമ്പോൾ എങ്ങനെ വെള്ളം വറ്റുന്നേ? അതാ എനിക്ക് മനസ്സിലാകത്തെ. അതാ ഞാൻ പറഞ്ഞ കാക്കയല്ല, ദൂതനാണ്. കാക്കയിൽ നിന്ന് കൊടുത്തതും വെള്ളത്തിൻ്റെ വരവും സുഫലമാക്കിയതും കർത്താവ് തന്നെയാണ്. പക്ഷേ ഒരിക്കൽ വരവങ്ങ് നിർത്തി. ദൈവം വെള്ളത്തോടും പറഞ്ഞു, ഇനി ഒഴുകണ്ടെന്ന്. ഉള്ള വെള്ളം വറ്റിപ്പോയി. ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ലഞ്ച്, നല്ല ഡിന്നറ് എല്ലാം കഴിച്ച് സുഭിക്ഷനായി ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ ഇരിക്കുക. പക്ഷേ വറ്റിയപ്പോഴാണ് സ്ഥാനം ഒന്ന് ചലിച്ചത്. നിന്നെയാക്കിയത് കെരീത്തിലല്ല, നിനക്ക് ഇനിയും പോകാനുണ്ട്. കെരീത്തിലെ സുഖം പിടിച്ച് ഇവിടെ നിന്നാൽ അടുത്ത ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അടുത്ത തലം തുറക്കാൻ പറ്റത്തില്ല. അടുത്ത തലം തുറക്കണമെങ്കിൽ നീ ശൂന്യത അനുഭവിക്കണം. ഒരു ദൂത് ഞാൻ പറയാം. ദൈവം എല്ലാം അടച്ചിട്ട് ഒന്ന് തുറക്കത്തില്ല. ദൈവം ഒന്ന് തുറന്നു വെച്ചിട്ടേ അടയ്ക്കൂ. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാം അടച്ചിട്ട് തുറക്കുന്നൊരു ദൈവമല്ല, എൻ്റെ അനുഭവത്തിൽ തുറന്നു വെച്ചിട്ട് അടയ്ക്കുന്നവനാ ദൈവം. അതെ, ഹാഗറിൻ്റെ കയ്യിലെ വെള്ളം തീർന്നു. പക്ഷെ അവിടെ പറയുന്ന അവിടെ കണ്ണ് തുറന്നു എന്ന, അല്ല പുതിയ ഉറവ ഒഴുകി വന്നു എന്നല്ല. നമ്മുടെ അവസ്ഥ ഇത് തന്നെ. എല്ലാം അടഞ്ഞു, പക്ഷെ എവിടെയോ തുറന്നു വെച്ചുകൊണ്ട് കണ്ണ് തുറന്നാൽ ആ തുറന്നു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, അടച്ചിട്ട് തുറക്കുന്നവനല്ല, തുറന്നിട്ടടയ്ക്കുന്നവനാ ദൈവം. സാറാഭാത്തിൽ ഒന്ന് തുറന്നിട്ടാണ് ഇവിടെ അടച്ചത്. ഇവിടുത്തെ ശുശ്രൂഷ മതി, പോകും. ഇനിയും പോകേണ്ടത് ഇവിടുത്തെ തലമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന തലമാണ്, പ്രാപിച്ചുകൊണ്ടിരിക്കുന്നൊരു തലമാണ്. പക്ഷെ സാറാഭാത്തിൽ ചെല്ലുന്നത് പ്രാപിക്കുന്ന ഒരു തലമല്ല, പ്രാപിച്ചതിനെ പകരുന്ന തലമാണ്. സാറാഭാത്തിൽ ഭക്തൻ വിചാരിച്ചു ഇവിടെ കാക്കയിൽ നിന്നുള്ളതും നദിയിലെ വെള്ളവുമാണ്. ഇനിയിപ്പം സാറാഭാത്തിൽ ചെന്ന നല്ല തീൻമേശയിൽ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ പോകുകയാണ്. പക്ഷെ ചെന്ന് കയറുന്ന വീടേ മരണം കാത്തു നിൽക്കുന്ന വീടാണ്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ചില ഭവനങ്ങളെ മൂടി നിൽക്കുന്ന ചില മരണത്തിൻ്റെ ദുഷ്ടവ്യാപാരം ഇന്നു പകൽ ഇവിടെ അഴിയുകയാണ്. നീ മരിക്കാനുള്ളവളല്ല. നിന്റെ ഭവനത്തിലുള്ളവരെ പെടുമരണത്തിൽ കൊണ്ടുപോയി തകർത്ത് കളയാനുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ ഇന്നു പകൽ സ്വർഗം ഇവിടെ അഴിച്ചു കളയുകയാണ്. ചില വ്യക്തികളെ, ചില ഭവനങ്ങളെ ദൈവം സ്വതന്ത്രമാക്കുകയാണ്. അപ്പോൾ മരണം കാത്തു ഇരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഈ വിധവ അങ്ങോട്ട് ചെല്ലുന്നത്, ഈ ഭക്തൻ അങ്ങോട്ട് ചെല്ലുന്നത്. വിധവയോട് പറഞ്ഞു, എനിക്ക് ഒരട ഉണ്ടാക്കി തരിക. പക്ഷെ വിധവ പറഞ്ഞ ഒരു പദമുണ്ട്, ഒരടയ്ക്കുള്ളതേ ഉള്ളൂ. അതുണ്ടാക്കി ഞാനും എൻ്റെ മകനും ഭക്ഷിച്ച് മരണം കാത്തു കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കും എന്ത് കണ്ണീച്ചോരയില്ലാത്ത പ്രവാചകനായി പ്രവാചകനെന്ന്. അവസ്ഥ അറിഞ്ഞിട്ടും പ്രവാചകൻ പറഞ്ഞു, ഉള്ളതിൽ നിന്ന് എനിക്ക് തരിക. നീ കടമൊന്നും വാങ്ങിക്കണ്ട, മരിക്കാൻ വെച്ചിരിക്കുന്ന ആ മാവിൽ നിന്ന് എനിക്ക് തന്നാൽ മതി. ഒരുപക്ഷെ ദൈവം പരീക്ഷിച്ചതായിരിക്കാം. കണ്ടോ, മരണം കാത്തു നിൽക്കുന്ന നമ്മളാണെങ്കിൽ എടുത്തു കൊടുക്കും. പിന്നെ ഇവിടെ ഇത് കഴിച്ചിട്ട് വേണം ചാവാൻ നിൽക്കുക. ഇതെടുത്തു കൊടുത്ത് ഞാനും എൻ്റെ മക്കളും എന്തോ കൊടുക്കും? പിന്നെ കൊടുക്കത്തില്ല. കൊള്ളാം, എത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. പക്ഷേ ഈ വിധവ പ്രവാചകൻ്റെ വാക്കനുസരിച്ചു. അവൾ വിചാരിച്ചു എന്തായാലും മരിക്കാൻ പോകുക, ഇനിയിപ്പം ഞാൻ തിന്നാലും പ്രവാചകൻ തിന്നാലും അവസാന ഫലം മരണമാണ്.
ഉള്ളതിൽ നിന്ന് ഒരു ഒഴിവുകഴിവും പറയാതെ ഉള്ള മാവിൽ നിന്നൊന്ന് പ്രവാചകൻ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കി കൊടുത്തിട്ട് തിരിച്ച് കയറി ചെല്ലുമ്പോഴാണ് അവൾ അത്ഭുതം കാണുന്നത്. കടം വാങ്ങിച്ചത് കർത്താവിന് വേണ്ട, പക്ഷേ ഉള്ളതിനെ ദൈവസന്നിധിയിൽ പകരാൻ തയ്യാറായാൽ അതൊരു വർധനവാ, അതൊരു വർധനവാ. ഇന്ന് പകൽ ദൈവാത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുകയാ. നിനക്ക് ശൂന്യതയുണ്ട്, സത്യമാ. കടക്കണിയിലാണ് നീ, സത്യമാ. ഇപ്പൊ വന്നതും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച വണ്ടിക്കൂലി ബന്ധപ്പെട്ട് വന്നത് സമ്മതിച്ചു. പക്ഷെ നിന്റെ കയ്യിൽ എന്തുണ്ട്, നിന്റെ കയ്യിൽ എന്തുണ്ട് അതിൽ നിന്നും കൊടുക്കുക. സമ്പത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞ്. ഹന്നേ, നിനക്ക് എന്തുണ്ട് കൊടുക്കാൻ? എനിക്കുള്ളത് കണ്ണുനീര് മാത്രമാ, മതി. കൊടുക്കാവോ? 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 കരയാൻ തയ്യാറായാൽ നിനക്ക് ദൂതുണ്ട്. കരയാൻ തയ്യാറായാൽ അടുത്ത സമയം ആലയത്തിൽ നീ അത്ഭുതവുമായിട്ടാ വരുന്നത്. ചുമ്മാതുള്ള അത്ഭുതമല്ല. ഏലിയുടെ മക്കൾ വഴിതെറ്റിപ്പോയപ്പോൾ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യാൻ കരുത്തുള്ള ഒരുത്തനെ കണ്ണുനീരൊഴുക്കുന്നവന്റെ ഉദരത്തിൽ നിന്നും ദൈവം പുറത്തെടുത്തെങ്കിൽ ഇന്നു പകൽ കരയുന്ന നീ പരാജയമല്ല. കാശ് മാത്രമല്ല കൊടുക്കാൻ കഴിയുന്നത്, ദൈവസന്നിധിയിൽ കണ്ണുനീര് കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ അതുപോലെ നിനക്ക് ദൈവം തരും. നിന്റെ ഇന്ന് ഇതിനകത്ത് ശൂന്യമായ പടകുകൾ ഏതൊക്കെയോ വന്നിട്ടുണ്ട്. കർത്താവ് എന്നോട്, ഞാൻ ആ വാക്യത്തിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഇത് പറയണം, ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ശൂന്യതയ്ക്കകത്ത് ഒരു വർധനവ് വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 5 അപ്പവും 2 മീനും ആ ബാലകന്റെ കയ്യിൽ ഇരുന്നിരുന്നെങ്കിൽ അവൻ കഴിച്ച് സുഖമായി വീട്ടിൽ പോയനെ. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയപ്പോഴേ ദൈവം ഇവിടെ പദ്ധതി ഇട്ടു, വരും വരും, ഈ ഇത്രയും ജനം ഭക്ഷിച്ചേ പോകൂ. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു പദമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറയുന്നൊരു പദം, ഇത് മരുഭൂമിയല്ലേ കർത്താവേ, ഇവിടെ ഒന്നും കിട്ടാനില്ല. ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചു വരണം. വരുമ്പോൾ സമയമെടുക്കും, മണിക്കൂറുകൾ പോകും. കർത്താവ് അതല്ല ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരടുക്കളയിൽ ഒരു ഫുഡ് തയ്യാറായപ്പോൾ ഇവിടെ അറിഞ്ഞു അത് ഇങ്ങോട്ടേക്കുള്ളതാണ്. കർത്താവ് പറഞ്ഞ അതൊന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ശിഷ്യന്മാർ പറഞ്ഞ 5 അപ്പവും 2 മീനും അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ജനത്തിന് ഒന്നും തികയത്തില്ല. പ്രത്യേകിച്ച് ഈ അമ്മമാർക്കറിയാം മക്കൾ എത്രത്തോളം കഴിക്കുമെന്ന്. അതിനപ്പുറം കൊടുത്തു വിടാറില്ല. ഉണ്ടോ? ഇല്ല. ആ അമ്മയും ഈ ബാലകന് കൊടുത്തു വിട്ടത് അത്രയേ ഉള്ളൂ. ഈ ബാലകൻ അത്രയും കഴിക്കുമെന്ന് അറിഞ്ഞിട്ടാ കൊടുത്തു വിട്ടേ. പക്ഷെ യേശുവിൻ്റെ ചോദ്യം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ശിഷ്യന്മാർ തന്നെ ആദ്യം നിരുത്സാഹപ്പെടുത്തി, ഒന്നുമില്ല കർത്താവേ, കിട്ടത്തില്ല. അവസാനം കർത്താവ് പറയുക, ആ 5 അപ്പം ഇഞ്ഞു കൊണ്ടുപോവാ, 2 മീൻ ഇഞ്ഞു കൊണ്ടുപോവാ. കണ്ട? അപ്പം എന്ത് കയ്യിലുണ്ടോ അത് കൊടുത്താൽ വർധനമുണ്ടാവും. കരച്ചിലേ ഉള്ളോ, കൊടുക്ക്. പ്രാർത്ഥിക്കാനേ ഉള്ളോ, പ്രാർത്ഥന കൊടുക്ക്. അല്ല മുട്ടയിലിരിക്കാനാണെങ്കിൽ മുട്ടയിലിരിക്കുക, അല്ല സാഷ്ടാംഗം വീണ് കിടക്കാനാണെങ്കിൽ അങ്ങനെ കിടക്ക്. എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുന്നേ, നീ അനുഗ്രഹിക്കപ്പെടും. ഭൂമി എഴുതി കൊടുത്ത് അനുഗ്രഹിക്കപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഭൂമി എഴുതി കൊടുക്കണ്ട, വീട് എഴുതി കൊടുക്കണ്ട, വണ്ടി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നിനക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കരയാനാണോ? കര. ഞാൻ നിങ്ങളോട് പറയാം, കരയുന്നവൻ ലോകത്തിൻ്റെ മുമ്പിൽ ഭോഷനാണ്, പക്ഷെ കരയുന്നവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ജയാളിയാണ്. കരയുന്നവനെ ലോകത്തിന് വേണ്ട, എന്നാൽ കരയുന്നവനെ ദൈവത്തിന് നന്നായി അറിയാം. ആരുടെ തുരുത്തിയാൻ നിറഞ്ഞൊഴുകുന്നതെന്ന് ദൈവത്തിനറിയാം. ഏതൊക്കെയോ തുരുത്തികൾ നിറഞ്ഞൊഴുകുക. ശൂന്യതകളെ പൊളിക്കുന്നൊരു ദൈവകൃപയോടെ പുറത്തു വരാൻ ഏതൊക്കെയോ തുരുത്തികൾ ഇന്ന് പകൽക്കാലം നിറഞ്ഞൊഴുകുക. നിന്റെ ശൂന്യതകളെ പൊളിച്ചുകൊണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നുള്ള വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്.
ബാക്കിയുള്ള ഭാഗം കൂടെ വേഗത്തിൽ പൂരിപ്പിക്കുക, നിർത്തുക. കുഴിക്കകത്ത് ഈ ആട് വീണു. ഇടയൻ ശബ്ദം വെച്ചു. ഇടയന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ആട് അവിടെ കിടന്ന് കരയുന്നു. ആ ശബ്ദം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടയനൊരു നടപ്പുണ്ട്. ഇടയന്റെ കയ്യിലൊരു വടി കാണും, മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധം കാണും. ഇതും കൊണ്ട് ഇടയനൊരു നടപ്പുണ്ട്. ഇടയൻ ആ ശബ്ദം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അവസാനം തൻ്റെ ആട് കിടക്കുന്ന മുൾപ്പടർപ്പിൻ്റെ അടുത്തെത്തി. ആരും വരുത്തില്ലെന്ന് ശത്രു പറഞ്ഞ വിധി അവിടെ പൊളിഞ്ഞു. ഇടയൻ വന്നു. ആരും വിടുവിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ വിധി അവിടെ മാറ്റി എഴുതി. വിടുവിക്കുന്നവന്റെ കാര്യം അവിടെ വെളിപ്പെട്ടു. ആരും പുറത്തെടുക്കത്തില്ലെന്ന് പറഞ്ഞ ശത്രുവിന്റെ വാദം അവിടെ ലജ്ജിതമായി. ദേ പുറത്തെടുക്കാൻ ഒരുത്തൻ വാതുക്കൽ പുറത്തുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഇടയൻ ഒന്നും കൂടെ വിളിക്കും ആടിനെ. അപ്പൊ ആടിന്റെ ശബ്ദം വ്യക്തമായി ഇടയന് കേൾക്കാം. ഇടയനറിയാം ഈ മുൾപ്പടർപ്പിലാ വീണ് കിടക്കുന്നത്. തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആ മുൾപ്പടർപ്പിനെ വെട്ടും, ആ മുൾച്ചെടികളെ വെട്ടും. ഇടയൻ്റെ കയ്യിൽ മുള്ളു കൊള്ളുന്നില്ലേ? ഉണ്ട്. വേദന എടുക്കുന്നില്ലേ? ഉണ്ട്. പക്ഷെ വേദനയും മുള്ളുമല്ല വലുത്, നീ പുറത്തു വരണം. കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒരുവൻ തകർന്നു. വേദനയും അടിയുമല്ല വലുത്, നീ പുറത്തു വരണം. നീ പുറത്തു വരണം. നീ പുറത്തു വരണം. 39 അടി കൊണ്ടും വേദപഠിതാക്കൾ പറയുന്നത് 35 അടി അവൻ്റെ മാംസത്തിൽ കൊണ്ടു. 36ാമത്തെ അടി കൊള്ളാൻ മാംസമില്ല, മാംസം പിഴുതെടുക്കപ്പെട്ടു. 36, 37, 38, 39 അടി നിനക്ക് വേണ്ടി കൊണ്ടത് അവൻ്റെ അസ്ഥിയിലാണ്. മാംസമില്ലാത്ത ആ ശരീരത്തിൻ്റെ മേൽ അടിയേറ്റപ്പോൾ വേദന തോന്നിയില്ലേ? ഇല്ല. എന്തുകൊണ്ട്? നീ പുറത്തു വരാൻ വേണ്ടി, നിന്റെ കുടുംബം പുറത്തു വരാൻ വേണ്ടി, നിന്റെ ശൂന്യത പൊളിയാൻ വേണ്ടി, നിന്റെ അപമാനം മാനമായി തീരാൻ വേണ്ടി, നിന്റെ ലജ്ജ അനുഗ്രഹമായി തീരാൻ വേണ്ടി, നിന്റെ കണ്ണുനീർ മാറാൻ വേണ്ടി, നിന്റെ വിലാപം നൃത്തമാകാൻ വേണ്ടി, നിന്റെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഇവിടെ ഇടയൻ തൻ്റെ കയ്യിലുള്ള മൂർച്ചയുള്ള ആയുധം കൊണ്ട് അതെല്ലാം വെട്ടിമാറ്റി. സകലതും വെട്ടിമാറ്റിയപ്പോൾ ആടിനെ കിട്ടി. താൻ ആ കുഴിക്കകത്തേക്ക് ഇറങ്ങി ആ ആടിനെ എടുത്ത് തോളത്തേക്ക് വെക്കുമ്പോൾ 5ാമത്തെ വാക്യം 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6 അല്ലല്ല 5 അങ്ങോട്ട് പോയില്ല. 5ാമത്തെ വാക്യം കണ്ടുകിട്ടിയാൽ അത് തന്നെ. ചുമലിലെടുത്ത് വീട്ടിൽ വന്നു. അപ്പം നടത്തിക്കൊണ്ട് വരികയല്ല, കുഴിയിൽ വീണ് മുറിവേറ്റതിനെ എടുത്ത് ചുമലിൽ കൊണ്ടാണ് വരുന്നത്. അതെന്താ ചുമലിൽ എടുത്തുകൊണ്ട് വരുന്നത്? ഈ ഇടയൻ ആടിടയനെ കാണുമ്പോൾ ഇടയൻ അതുവരെ ഇല്ലാത്തൊരു കരച്ചിലുണ്ടാവും. ആടിൻ്റെ പരിഭവങ്ങൾ ഇടയനോട് പറയും. ഇത്രയും ഞാൻ വേദനിക്കപ്പെട്ടിട്ട് നീ എന്നെ കണ്ടില്ലല്ലോ, എന്താ വരാൻ താമസിച്ചത്? ഞാനിവിടെ തകർന്നു പോയേനെ ഇല്ലേ? പ്രാർത്ഥനാമുറിയിൽ പലപ്പോഴും ചോദിക്കാറില്ലേ, എൻ്റെ കണ്ണുനീർ കാണുന്നില്ലേ? എനിക്ക് മാത്രമേ ഉള്ളൂ ഉത്തരവില്ലാത്തത്. എന്നെ എന്താ എല്ലാവരും തള്ളിക്കളയുന്നത് പോലെ എന്നെയും തള്ളിക്കളഞ്ഞോ? കണ്ണ് നിറയണ്ട, നിന്നെ കർത്താവ് കണ്ടതുകൊണ്ടാ ദൈവം നിന്നെ ഇന്നു പകൽ ഇവിടെ കൊണ്ടുവന്നത്. ഈ ആടിനെ എടുത്ത് ചുമലിൽ വെച്ചോണ്ടാ നടക്കുന്നത്. എന്തിനാ ചുമലിൽ വെക്കുന്നത്? പതുക്കെ അതിൻ്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി പതുക്കെ നടത്തിച്ചു കൊണ്ടുപോയാൽ പോരായോ? അല്ല, ചുമലിൽ എടുത്തുകൊണ്ടാണ് പിന്നീടുള്ള അങ്ങോട്ടുള്ള നടപ്പ്. അതെന്താ കാരണം? അതുകൂടെ പറഞ്ഞു നിർത്താം, സമയം തീർന്നു. തിരിച്ച് നടക്കുന്ന വഴി ഏതാണെന്നറിയാവോ? ശത്രു ചിതറിച്ചോടിച്ച അതേ വഴി കൂടെയാ തിരിച്ച് ആടുമിടയനും കൂടെ നടക്കുന്നത്.
കൊന്നുകളയും, തകർത്തുകളയും, പുറത്തു വരുത്തില്ല എന്ന് വാദിച്ച മണ്ണിലൂടെയാണ് ഇടയനും ആടും കൂടെ നടക്കുന്നത്. ആ ആട് ഇടയൻ്റെ തോളിൽ നിന്നുകൊണ്ട് ശത്രുവിനെ നോക്കിയിട്ട് പറയും, എടാ പിശാചേ, നിനക്കെന്നെ തകർക്കാൻ കഴിയത്തില്ല, എനിക്കൊരു ഇടയനുണ്ട്. നീ എന്നെ എവിടെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും ഞാൻ പൊങ്ങി വരും. നീ എന്നെ എവിടെ അപമാനിച്ചാലും ഞാൻ മാനിക്കപ്പെടും. നീ എന്നെ എവിടെ നിന്ദിച്ചാലും ഞാൻ അവിടെ പുറത്തു വരും. നീ എന്നെ എവിടെ കണ്ണുനീര് കുടിപ്പിച്ചാൽ ഞാൻ അവിടെ സന്തോഷം എന്റെ മേൽ ഉടുപ്പിക്കും. എനിക്കൊരു ഇടയനുണ്ട്. ഇതുവരെ നീ കണ്ട ഇടയന്മാരെ പോലെയല്ല. എന്റെ ഇടയൻ എന്നെ കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. എന്റെ ഇടയൻ എന്നെ പുറത്തെടുത്തിരിക്കുന്നു. എന്റെ ഇടയൻ എന്റെ ശബ്ദം ഇഷ്ടമാണ്. എന്റെ ഇടയന്റെ ഹൃദയത്തിന്റെ പദ്ധതിക്കകത്തുള്ളവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കാനുള്ളവനല്ല, ഞാൻ പുറത്തു വന്നിരിക്കും. തിരിച്ച് ജയത്തോടെ ഇടയന്റെ ചുമലിൽ ഇരുന്നു കൊണ്ട് ആട് പറയും, നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്റെ ഇടയനെ കണ്ടോ? ശത്രുവിന്റെ തല തകർക്കുന്നവൻ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ കരുത്തുള്ളവൻ. എനിക്കൊരു ഇടയനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു സഹായകനുണ്ട്. അതെ, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അതെ, നിനക്കൊരു സഹായകനുണ്ട്. ആരും കാണുന്നില്ല എന്നല്ല, നിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്നെ കാണുന്നുണ്ട്. ആരും മാനിക്കുന്നില്ലെന്നല്ല, വീണ്ടെടുപ്പുകാരന്റെ മാന്യത വെളിപ്പെടാൻ പോകുക. ഈ ആണ്ട് തീരും മുമ്പേ വീണ്ടെടുപ്പുകാരന്റെ കരം ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ചലിക്കാൻ പോകുക, ചലിക്കാൻ പോകുക, ചലിക്കാൻ പോകുക. നിന്റെ വീടിന് പ്രയോജനം ചെയ്യുന്നവരെ അടിച്ചു മാറ്റിയെങ്കിൽ, നിന്റെ വീടിന് പ്രയോജനം ചെയ്യുന്നവരെ അടിച്ചൊതുക്കിയെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാ പറയുക, ഈ വല്ല നന്മയും വരുമോ എന്ന് പിശാച് നിന്റെ വീടിനെ നോക്കി ചോദിക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവാത്മാ പറയുക, നീ പട്ടണത്തിൽ മാനിക്കപ്പെടും. നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ഇന്ന് പകലിൽ അതിവിദൂരമല്ല, നിന്റെ കണ്ണുനീർ സ്വർഗം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ സ്വർഗം കാണുന്നുണ്ട്. ഈ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്നത്, ഈ കൂരിലൂടെ നീ കടന്നു പോകുന്നത്, ഈ മരണത്തിന്റെ താഴ്വരയിലൂടെ നീ കടന്നു പോകുന്നത്, സഹോദര സഹോദരി, നീ ഏകയല്ല, നിന്റെ കൂടെ ഒരുവനുണ്ട്. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ. നിനക്കൊരു സഹായകനുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അവൻ നിന്നെ വീണ്ടെടുത്തിരിക്കും. നീ അനുഭവിക്കുന്ന അതേ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളുണ്ട്, നിന്റെ കൂടെ സഞ്ചരിക്കുന്ന കർത്താവ്. പറയാതെ തന്നെ നിന്റെ വിഷയത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നവൻ കർത്താവാണ്. ആ കർത്താവിന് മാത്രമേ നിന്റെ ആഴങ്ങളുടെ മേലൊരു പരിവർത്തനം തരാൻ കഴിയത്തുള്ളൂ. ആ കർത്താവിന് മാത്രമേ ആഴങ്ങളിൽ നിന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. എല്ലാ കണ്ണുകളും അടച്ചേ ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്, എല്ലാ കണ്ണുകളും അടയട്ടെ. അതേ, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അതേ, നിനക്കൊരു നല്ല കർത്താവുണ്ട്. നിന്റെ കണ്ണിലെ കണ്ണുനീർ കാണാൻ നിന്റെ ഭവനത്തിലുള്ളവർ ഇല്ലാത്തപ്പോൾ, നിന്റെ വേദനകൾ തിരിച്ചറിയാൻ നിന്റെ വീട്ടുകാർക്ക് കഴിയാത്തപ്പോൾ, നീ അനുഭവിക്കുന്നതേ വേദനയുടെ ആഴങ്ങളിലേക്ക്, ആ വേദനയുടെ ആഴങ്ങൾ അനുഭവിപ്പാൻ നന്നായി അറിയാവുന്നൊരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അതെ, നിനക്കൊരു വിടുതൽ ആവശ്യമാണ്. ആ ആടിൻ്റെ മുറിവിനെ വെച്ച് കെട്ടിയതുപോലെ മനുഷ്യൻ്റെ വാക്കുകൾ എന്ന കഠോരമായ അസ്ത്രം നിന്റെ ശരീരത്തിൽ തറയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അതിനെ പിഴുതെടുത്ത് കളഞ്ഞ് നിന്റെ ശരീരത്തിലുള്ള ഹൃദയത്തിലുള്ള സകല കയ്പിൻ്റെ വേരുകളെയും ഞെക്കിപ്പിഴിഞ്ഞു കളഞ്ഞ് ഇന്ന് പകൽ അതിവിടെ സംഭവിക്കുകയാണ്.
നിന്റെ ഹൃദയത്തെ അവൻ സൗഖ്യമാക്കുകയാണ്. തകർന്ന 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 നിന്റെ ഹൃദയത്തെ അവൻ സൗഖ്യമാക്കുകയാണ്. യെസ്, ഹന്ന ഹൃദയത്തെ വെള്ളം പോലെ പകർന്നതുപോലെ ആരൊക്കെയോ ദൈവസന്നിധിയിൽ തങ്ങളുടെ ഹൃദയത്തെ വെള്ളം പോലെ പകരുകയാണ്. അതെ അതെ, നിനക്കൊരാഴത്തിലൊരു വിടുതൽ ആവശ്യമാണ്. ആഴത്തിലൊരു ഡെലിവറൻസ് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ നിന്നും ആ വലിയ ഭാരത്തെ സ്വർഗം എടുത്തു കളയുന്നു. ഏതൊക്കെയോ ഹൃദയങ്ങൾ ഫ്രീ ആകുന്നു. പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്താട്ടെ. പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്താട്ടെ. പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്താട്ടെ. അതെ, അവന് നിന്നെ വിടുവിപ്പാൻ കരുണ തോന്നി. അതെ, അവന് നിന്നെ വിടുവിപ്പാൻ മനസ്സ് തോന്നി. നിന്റെ വീണ്ടെടുപ്പുകാരൻ മറഞ്ഞിരിക്കുകയല്ല. നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയല്ല. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടച്ച് നമുക്കൊരു നിമിഷം കൂടി ദൈവത്തെ ആരാധിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. കുഴിയിൽ കിടന്ന നിന്നെ ശത്രുവിൻ്റെ മധ്യ കൂടി നിന്നെ നടത്തിക്കൊണ്ടുവന്ന യേശു, പല വാക്കുകളുടെ മുമ്പിൽ നിന്റെ ഉള്ളിൽ തറയ്ക്കപ്പെട്ട ചില വേദനകൾ ഇന്ന് പകൽക്കാലം നിനക്ക് പുറത്ത് കളയുവാൻ മനസ്സുണ്ടോ? ദൈവം നിന്നെ ആക്കിയത് വിശ്വസ്തതയുള്ള സ്ഥലത്ത് അവൻ നിന്നെ തോളിലെടുത്തു കൊണ്ടുവന്നെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നിന്റെ മേൽ ദൈവം ഇന്ന് ഈ 5-ാമത്തെ പകലിൽ ആ പ്രൊട്ടക്ഷൻ ദൈവം നിന്റെ മേൽ തടിയുകയാണ്. എമ്മോസ് എന്ന 7 നാഴിക ദൂരമുള്ളൊരു സ്ഥലത്തു കൂടി ക്ലയഫാവിൻ്റെ ഭാര്യ മറിയയും അവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ക്ലയഫാവ് മറിയയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ മറിയ ക്ലയഫാവിനോട് പറയുകയാണ്, അച്ഛാ, ഞങ്ങളെ കൂട്ടത്തിലെ ചില സഹോദരിമാർ കല്ലറയ്ക്ക് ചെന്നപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നതും 2 ദൈവദൂതന്മാർ വെള്ളവസ്ത്രം ധരിച്ച് കല്ലറയുടെ അരികിൽ നിൽക്കുന്ന കാഴ്ച ഞങ്ങളുടെ സഹോദരിമാർ കണ്ടെന്ന് പലതവണ ഭർത്താവിനോട് പറഞ്ഞിട്ട് ക്ലയഫാവ് അത് വിശ്വസിക്കാതെ, ഇല്ലടി മറിയേ, അരിമത്യക്കാരനായ ധനവാന്റെ ജോസഫിൻ്റെ തനിക്ക് വേണ്ടി വെട്ടിയിട്ട പാറയിൽ തീർത്ത കല്ലറയിലേക്ക് യേശുവിൻ്റെ ശരീരം നിർമ്മലശൈലിയിൽ പൊതിഞ്ഞു വെച്ചത്, അതടക്കം ചെയ്ത് വലിയൊരു കല്ല് ഉരുട്ടി വെച്ചത് ദൃസാക്ഷിയാ ഞാൻ കണ്ടിട്ട് വന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞു തുടങ്ങിയ തർക്കം ആ യാത്രയിൽ അവരുടെ ജീവിതത്തിൽ ഗ്യാപ്പ് വന്നപ്പോൾ യേശു താനും അവരോട് കൂടി ചേർന്ന് നടക്കാൻ തുടങ്ങി. യേശു ആ ഗ്യാപ്പടച്ചു. ഇന്ന് പകലിൽ പ്രിയ ദൈവ പൈതലേ, നീ കേട്ട ദൈവശബ്ദം നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊടുത്തൊരു യേശു ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ?